പ്രളയം കൊണ്ടും ഉരുൾപൊട്ടൽ കൊണ്ടും തീരദേശക്കാറ്റ് കൊണ്ടുമൊക്കെ മുറിവേറ്റുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിരവധി ആളുകൾ അഭിപ്രായ പ്രകടനങ്ങളും ലേഖനങ്ങളും വിദഗ്ധ അഭിപ്രായമായി രംഗത്ത് വന്നിട്ടുണ്ട്. മണലൂറ്റാത്തതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുഴപ്പം, സമൂഹത്തിലെ കുഴപ്പമെന്ന് പറഞ്ഞ് ഒരു വിഭാഗക്കാർ, മണലൂറ്റിയാൽ എല്ലാം നശിച്ചു പോകുമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗക്കാർ, പുഴയ്ക്ക് പ്രളയതടം കൊടുക്കാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന ഒരു വിഭാഗം കണ്ടെത്തൽ, പുഴയ്ക്ക് പ്രളയതലം കൊടുത്താലും ഈ പ്രശ്നങ്ങൾ തീരില്ല എന്ന് പറയുന്നവർ, മഴ മുന്നറിയിപ്പ് ഇപ്പോഴുള്ളത് പോരാ, വളരെ പ്രാദേശിക തലത്തിൽ മുന്നറിയിപ്പ് വേണം എന്ന് പറയുന്നവർ, ദുരന്ത പ്രതിരോധ പ്രതികരണ സംവിധാനങ്ങളാകെ ഉടച്ചു വാർക്കണമെന്ന് പറയുന്നവർ, നിലവിലെ സംവിധാനങ്ങളൊക്കെ തകരാറിലാണെന്ന് പറയുന്നവർ, ഇതിനൊക്കെ പുതുക്കിയെടുക്കാൻ പുതിയ ഗവൺമെന്റിന് ബാധ്യതയുണ്ടെന്ന് പറയുന്നവർ, സാധ്യതയുണ്ടെന്ന് പറയുന്നവർ, കേരളത്തിലെ ആളുകൾ താമസിക്കുന്നതെല്ലാം വളരെ വലിയ ഡിസാസ്റ്റർ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ്, എൻവയോൺമെൻ്റലി സെൻസിറ്റീവായ സ്പോട്ടുകളിലാണ്, NHന്റെ സൈഡിലും നദിയുടെ സൈഡിലും പുഴകളുടെ സൈഡിലും അങ്ങനെ മലകളുടെ സൈഡിലും ഒക്കെയാണ്. അങ്ങനെ 10-13 ഹോട്ട്സ്പോട്ടുകളിലാണ് മലയാളി താമസിക്കുന്നത്. എന്താണ് ഇതൊക്കെ? ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഓരോ ദിവസവും പത്രങ്ങൾ എടുത്താൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വരുന്നു. മഴവെള്ള സംഭരണം നന്നായി നടത്തിയാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും, ഭൂജല പരിപോഷണം നടത്തിയാൽ പരിഗണിക്കും, വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് നടത്തിയാൽ പ്രശ്നം തീരും, റിവർ ബേസിൻ അതോറിറ്റികൾ വന്നാൽ പ്രശ്നം തീരും, ഇങ്ങനെ കാട് സംരക്ഷിച്ചാൽ പ്രശ്നം തീരും, പുഴ സംരക്ഷിച്ചാൽ പ്രശ്നം തീരും, റൂം ഫോർ റിവർ നടപ്പിലാക്കിയാൽ പ്രശ്നം തീരും. ഇങ്ങനെ പ്രശ്ന പരിഹാരത്തിൻ്റെ ഒരു പരമ്പര തന്നെ സമൂഹത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യാം. പക്ഷെ വളരെ സമഗ്രമായി ഹോളിസ്റ്റിക്കായി വികസനത്തെയും പരിസ്ഥിതിയെയും ബന്ധിപ്പിക്കുന്നത് എങ്ങനെയെന്നും അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് ദുരന്തങ്ങൾ കുറയ്ക്കുന്നത് എങ്ങനെയെന്നും നമുക്കിപ്പോഴും വളരെ കൃത്യമായ ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, സത്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഒറ്റമൂലി പരിഹാരങ്ങൾ, പുഴയുടെ കാര്യമായാലും മഴയുടെ പ്രവചനമായാലും ഒറ്റമൂലി പരിഹാരങ്ങൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ എന്നുള്ളത് ഗൗരവതരമായ ഒരു ചോദ്യമാണ്. അങ്ങനെ പരിഹരിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. സങ്കീർണമായ വിഷയത്തെ ലളിതമായ ഉത്തരങ്ങൾ കൊണ്ട് നമുക്ക് സമീപിക്കാനാവില്ല. അത്രയും സങ്കീർണമാണ് ഈ വിഷയം. കേരളത്തിൻ്റെ ഭൂമികയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിലെ മാറ്റം, സൂക്ഷ്മ കാലാവസ്ഥയിലെ മാറ്റം, മഴയിൽ വന്നുപോയ മാറ്റം, ചെറിയ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ വരുന്ന രീതികൾ, മേഘവിസ്ഫോടനത്തിൻ്റെ കഥകൾ, പ്രളയമഴയുടെ കഥകൾ, മിന്നൽ പ്രളയത്തിൻ്റെ കാര്യങ്ങൾ, ഉരുൾപൊട്ടലിൻ്റെ വിഷയങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ സങ്കീർണമായ വിഷയങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. നമുക്കൊരു ഭൂവിനിയോഗ നയം രൂപീകരിക്കാൻ കഴിയണ്ടേ? കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു പാർപ്പിട നയമുണ്ടോ? ഇല്ല. നമുക്കൊരു ഗതാഗത നയമുണ്ടോ? ഇല്ല. നമുക്കൊരു പരിസ്ഥിതി നയമുണ്ടോ? പണ്ട് 2008 മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നയമുണ്ടാക്കിയതും പോട്ടെ, 2008 ജലനയം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ജലനയം ഉണ്ടാക്കിയതിന് ശേഷം അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനോ നമ്മൾ ഒരു ശ്രമവും നടത്തിയില്ല. അപ്പോൾ ഒരു വശത്ത് നയമില്ലാത്തതാണോ പ്രശ്നമെന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. പക്ഷേ നയം ഉണ്ടായതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ല. നമ്മുടെ നിലവിലുള്ള ഉദ്യോഗസ്ഥ ഡിപ്പാർട്ട്മെൻ്റൽ സംവിധാനങ്ങൾ ഒന്നാകെ മാറേണ്ടത് മാറ്റുകയും പൊളിക്കേണ്ടത് പൊളിക്കുകയും മെർജ് ചെയ്യേണ്ടത് മെർജ് ചെയ്യുകയും ഡിവൈഡ് ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കണം. പക്ഷെ ഒരു കോalition ഗവൺമെൻറ് ഇരിക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ എങ്ങനെയാണ് പ്രായോഗികമാവുക എന്ന് നമുക്കറിയില്ല. എന്തായാലും കേരളത്തിൻ്റെ പ്രളയത്തെയും വെള്ളപ്പൊക്കത്തെയും ഉരുൾപൊട്ടലിനെയും നമ്മൾ സഹിക്കുക എന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ദുരന്തത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടോ എന്നുള്ളതും ഒരു സമീപനമുണ്ടോ എന്നുള്ളതും ഒരു ദർശനരേഖയുണ്ടോ ഒരു മിഷൻ ഉണ്ടോ എന്നതും വളരെ പ്രധാനപ്പെട്ട സംശയങ്ങളാണ്. അതിപ്പോൾ 2 മാസമായ ഒരു ഗവൺമെൻറ്റിനോടുള്ള സംശയമല്ല. കഴിഞ്ഞ സുനാമി കഴിഞ്ഞതിന് ശേഷം 2005 സുനാമി കഴിഞ്ഞതിന് ശേഷം 21 വർഷം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ 21 വർഷത്തെ 20 വർഷം എടുക്കുക. ഇപ്പോൾ ഈ 26 ആയിട്ടല്ലേ ഉള്ളൂ, 25 വരെയുള്ള 20 വർഷം എടുക്കുക. ഈ 20 വർഷത്തിൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു ജനത എന്നുള്ള നിലയിൽ, ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തി എന്നുള്ളത് ഒരു ഓഡിറ്റ് നടത്തേണ്ട സമയമായി, ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തേണ്ട സമയമായി.
നമ്മൾ തയ്യാറെടുപ്പിൽ എവിടെയാണ്? ആ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വകുപ്പ് ചെയ്യേണ്ടതാണോ? ദുരന്ത നിവാരണ അതോറിറ്റി ചെയ്യേണ്ടതാണോ? അതോ ഈ നമ്മുടെ മൊത്തം സംവിധാനം അതിനകത്തേക്ക് വരേണ്ടതാണോ? ഗൗരവതരമായ ചോദ്യമാണ്. ആരാണ് ഇവിടെ ഈ പൂച്ചയ്ക്ക് മണി കെട്ടുന്നത്? ഒരാളാണോ? ഒരു കൂട്ടം ആളുകളുടെ ആവശ്യമുണ്ടോ? അത്ര സങ്കീർണമാണ് നമ്മുടെ വിഷയങ്ങൾ. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള വിഷയത്തിൽ ലളിതമായ ഉത്തരം തേടരുത്. ഒറ്റമൂലികളില്ല. ഈ വരുന്നതും എഴുതുന്നതും പറയുന്നതുമെല്ലാം ഒന്നോ രണ്ടോ നിർദ്ദേശങ്ങൾ, വിശാലമായി ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം 2 നിർദ്ദേശം വയ്ക്കും. അത് വെച്ചതുകൊണ്ട് തീരുമോ? ആ 2 നിർദ്ദേശം മാത്രം നടപ്പിലാക്കിയത് കൊണ്ട് തീരുമോ? 600 മുതൽ 800 വരെ പേജ് വാക്കുകളുള്ള ലേഖനങ്ങൾ, അതിനകത്ത് 1 2 3 നിർദ്ദേശങ്ങൾ, ബാക്കിയെല്ലാം പുതുകഥയാണ്. ആ നിർദ്ദേശങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അതുപോലെ നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് വേറൊരു വിഷയം. അത് മാത്രം വെച്ചുകൊണ്ട് കേരളമാകുന്ന സമൂഹത്തിലെ കാട് മുതൽ കടൽ വരെയുള്ള മുഴുവൻ പ്രദേശത്തെയും പാരിസ്ഥിതികവുമായ ദുരന്തങ്ങളെ, കാലാവസ്ഥാ ദുരന്തത്തെ, മഴ ദുരന്തങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ഡയലോഗ് കേരളത്തിൽ തുടങ്ങണം. എങ്ങനെയാണ് പുതിയ കേരളം? ഇവിടെ ഇനി ഇങ്ങനെ, ഈ കേരളം ഇനി ഇങ്ങനാണ്. മയിലിറങ്ങുന്ന നാട്ടിൽ വരൾച്ചയാണ്, ആ നാട്ടിൽ വെള്ളപ്പൊക്കം വരുന്നു, ഉരുൾപൊട്ടൽ വരുന്നു, പ്രളയം വരുന്നു. അപ്പോൾ ഇവിടെ ഇനി ഇങ്ങനെയാണ് ഭായി. അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ഉയരാൻ കഴിയുമോ, മാറാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കാലാവസ്ഥ മാറിക്കഴിഞ്ഞു, നമുക്കിനി എങ്ങനെ മാറാം എന്ന് പറയുമ്പോഴാണ് നമുക്ക് വലിയ പ്രതിസന്ധി വരുന്നത്. വൻകിട പദ്ധതികൾ വേണോ, ചെറുകിട പദ്ധതികൾ വേണോ? വൻകിട പദ്ധതികളും ചെറുകിട പദ്ധതി വരുമ്പോൾ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും, കാലാവസ്ഥ എങ്ങനെ ബാധിക്കും? ഇതിനിടയിലാണ് പശ്ചിമഘട്ട മലനിരകളിൽ മറ്റു ചില ചർച്ചകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ആര് ചെയ്യും, എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും, ഏത് മാഗ്നിറ്റ്യൂഡിൽ ചെയ്യും, ഏത് ക്യാൻവാസിൽ ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വലിയ തർക്കങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. കാരണം ഇതൊരു പോരാട്ടമാണ്. ഇത് ഒരു വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, സംഘർഷമാണ്. ആ സംഘർഷത്തിൽ ആര് ജയിക്കും, ആര് തോൽക്കും എന്ന് പറയാൻ കഴിയില്ല. പ്രകൃതിയും മനുഷ്യനുമായും സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ട് വർഷങ്ങൾ എത്രയോ ആയി, നൂറ്റാണ്ടുകളായി. അതിൽ ഒരു പരിധിവരെ മനുഷ്യനായിരുന്നു വിജയിച്ചിരുന്നത്. ഇപ്പോൾ പ്രകൃതിയാണ് ആ പോരാട്ടത്തിൽ വിജയിക്കുന്നത്. ഇനി മനുഷ്യൻ അതുകൊണ്ട് കീഴടങ്ങലിലേക്ക് തന്നെയാണ് മനുഷ്യൻ പോകുന്നത്. ഇനി നമുക്ക് മാറേണ്ടത് എവിടെയാണ് നമ്മുടെ പ്രതിസന്ധി? ഇത് നമുക്ക് ചർച്ച ചെയ്യണം. പ്രളയ കേരളം നൽകുന്ന പാഠങ്ങൾ നമ്മൾ എടുക്കണം. നമ്മൾ ഉരുൾപൊട്ടൽ നൽകുന്ന പാഠങ്ങൾ എടുക്കണം. മലകൾ നമ്മളോട് പറയുന്ന കഥ നമ്മളോട് കേൾക്കണം. മഴ പറയുന്ന കഥ കേൾക്കണം. നമുക്ക് ഇതൊന്നും കേൾക്കാതെ ഒരു കാരണവശാലും ഇനി കേരളത്തിന് അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.